ദിൽദ, സത്യത്തിൽ അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം മൂവ്മെന്റ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ മത്സരത്തിന് വന്നപ്പോൾ മാച്ച് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പുറത്ത് നിന്ന് ടിക്കറ്റ് സംഘടിപ്പിച്ചാണ് ഗ്യാലറിയിൽ ഇരുന്നാണ് കണ്ടത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഒരു പക്ഷേ ഇത്തരം കളികളൊക്കെ തന്നെ ഈ പ്രസ് ബോക്സിൽ ഇരുന്ന് കാണുമ്പോൾ ആ ഒരു ആരവം ഒന്നും പലപ്പോഴും കിട്ടാറില്ല. പക്ഷേ എന്തോ ഒരു ആ തരത്തിൽ നമുക്ക് മത്സരം കാണാൻ ഗ്യാലറിയിൽ ഇരുന്ന് കാണാൻ പറ്റി. വലിയൊരു ക്രൗഡ്, 1,00,000-ലധികം വരുന്ന കാണികൾ, ഓരോ പന്തിനും ഇല്ലെങ്കിൽ ഓരോ വിക്കറ്റ് മൊമെന്റിന് പോലും ഒരു ദീർഘനിശ്വാസം അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. എതിരാളികൾ ചൊടിപ്പിക്കുന്ന ഓരോ നിമിഷത്ത് പോലും കയ്യടികൾ, ആർപ്പുവിളികൾ, ഒരു നീലക്കടലാകുന്ന ഒരു മെക്സിക്കൻ വേവൊക്കെ എന്ന് പറയുന്ന പോലെ ഓരോ മൊമെന്റിലും അവിടെ ആഘോഷമായിരുന്നു. അത്ര കണ്ട് ചിയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആയി മാറിയിരിക്കുന്നതാണ്. അപ്പം തന്നെ ഇന്ത്യക്ക് ഒരു എക്സ്ട്രാ എനർജി കൊടുക്കുന്ന തരത്തിലായിരുന്നു കാണികളുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഞാൻ പിന്നെയും പറയുന്നത്, കഴിഞ്ഞ തവണത്തെ നിരാശ അത്ര കൊണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് തോറ്റത്. ഇനി നമ്മളുടെ ഒരു പിഴവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ട് ടീം തോൽക്കരുത് എന്ന് കരുതി തന്നെയാവണം ഓരോ ആരാധകനും എക്സ്ട്രാ എനർജി താരങ്ങൾക്ക് കൊടുക്കുന്നത് കണ്ട്. ശിവൻ ദുബെ ക്യാച്ച് വിട്ടപ്പോൾ പോലും ആരാധകർ ഒന്ന് സംശയിച്ചു. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഫിന്നലിൻ്റെ വിക്കറ്റ് വീഴുമ്പോൾ ആ ആരാധകരുടെ ആഹ്ലാദം കാണുന്നു. ഒരുപക്ഷെ ഏകപക്ഷീയം എന്നൊക്കെ തന്നെ ഫൈനലിൽ ചേർന്ന മത്സരമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം കഴിഞ്ഞ സെമിയിലാണ് നമ്മളൊരു ഫൈനലിന് തുല്യമായ ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ടത്. പക്ഷേ ഈ മത്സരത്തിൽ ന്യൂസിലാൻഡിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ന്യൂസിലാൻഡിൻ്റെ ടോപ്പ് ഓർഡർ അല്ലെങ്കിൽ ഫിന്നലനും സേഫേർട്ടും ഒക്കെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് തരിപ്പണമാക്കി. ആ ബാറ്റിംഗ് ജോഡിക്ക് എന്ത് പറ്റി എന്നുള്ളത് ഇന്നത്തെ ചോദ്യമാണ്. ഫിന്നലിനെ എളുപ്പം തന്നെ പുറത്താക്കാൻ അക്സർ പട്ടേലിന് സാധിച്ചു. അതുതന്നെയാണ് കളിയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊമെൻ്റായി മാറിയതും. അതുതന്നെയാണ് അതിന് പിന്നാലെ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയൊക്കെ തന്നെ ഓരോ കൃത്യമായ മൊമെൻറ്റുകളിൽ വിക്കറ്റ് എടുക്കുന്നു. ഒപ്പം തന്നെ ഇഷാൻ കിഷൻ്റെ ഫീൽഡിംഗ് മികവിനെയും പറയേണ്ടിയിരിക്കുന്നു. ഇഷാൻ ഫീൽഡിൽ പറന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരേ ഒരു തവണ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പന്തുമായി അദ്ദേഹം അതിർത്തിയിൽ വരെ കടന്ന സിക്സറായത്. അതൊഴിച്ചാൽ ഇഷാൻ കിഷൻ്റെയും തിലക് വർമ്മയുടെയും ഒക്കെ തന്നെ ഫീൽഡിംഗ് മികവ്. ഇന്ന് ഇന്ത്യയുടെ മാത്രം ദിനം എന്ന തരത്തിലാണ് കളി ഉണ്ടായിരുന്നത്. ബാറ്റിങ്ങിൽ, ഫീൽഡിങ്ങിൽ, ബൗളിങ്ങിൽ എല്ലാം ഇന്ത്യ തകർത്തു വാരുന്ന കാഴ്ച കണ്ടു. പിന്നെയും പക്ഷെ പറയേണ്ടിയിരിക്കുന്നത് നമ്മുടെ സഞ്ജുവിൻ്റെ ദിനം എന്നത് തന്നെയാണ്. കാത്തിരുന്ന് കിട്ടിയ ആ മൊമെൻ്റ് സഞ്ജു ആഘോഷമാക്കുന്ന കാഴ്ചയാണ് അഹമ്മദാബാദിൽ കണ്ടത്. 89 റൺസ്. ഇപ്പോഴും ആ 11 റൺസിൻ്റെ പേരുള്ള ആ നിരാശ അത് നമുക്ക് മാറില്ല. സഞ്ജുവിൻ്റെ സെഞ്ചുറി കിട്ടാത്തതിൻ്റെ നിരാശ നമുക്ക് ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല. എന്നിരുന്നാൽ പോലും കിരീടത്തിൻ്റെ ഈ ഒരു മൊമെൻറ്റിൽ വേണമെങ്കിൽ മാത്രം നമുക്കതിനൊരു എക്സ്ക്യൂസ് കൊടുക്കാം. സഞ്ജുവിന് അതിനകത്ത് ഒരു റിഗ്രറ്റും ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഓരോ മലയാളികളും ഈ മൊമെൻറ്റിൽ അല്ലെങ്കിൽ സഞ്ജു ആരാധകർ ഈ മൊമെൻറ്റിൽ ആ ഒരു 11 റൺസിനെ കുറിച്ച് മാത്രം ഓർത്തായിരിക്കും റിഗ്രറ്റ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഇന്ത്യയുടെ വഴിയിൽ, ഇന്ത്യയുടെ വരുതിയിൽ മാത്രമായ ഒരു മത്സരം, അത്ര കണ്ട ആരാധകർ കാത്തിരുന്ന ഒരു അത്യുഗ്രൻ മത്സരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആഘോഷിച്ച് മതി കയറാത്ത ഒരു രാത്രിയായിരിക്കും ഇന്ന് ഈ രാജ്യത്തിൽ ഒന്നെടുക്കുക. खुशी की बात है, बढ़िया मैच, सॉरी, वंडरफुल मैच, वन साइडेड मैच. बैटिंग में बहुत मजा आया, बॉलिंग में ठीक है, मैच पता चल गया था अपना ही है. ഇതുപോലെ വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്. ആരാധകർ ഇപ്പോഴും സ്റ്റേഡിയം വിട്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയുള്ളൂ. ഇനി ട്രോഫിയുടെ ഇത് തീർന്നില്ല. बहुत ही अच्छा लगा, जीत गई इंडिया. आज जो इंडिया खेली है ना, माइंड ब्लोइंग. आज इंडिया बहुत शानदार मैच रहा, एक नंबर का मैच रहा, बहुत शानदार. इट वाज वेरी ग्रेट मैच. ഇതുപോലെ ആഹ്ലാദത്തിൻ്റെ എല്ലാവരും ഈ വലിയ സന്തോഷത്തോടുകൂടി തന്നെ ഇറങ്ങി വരുന്നത് തന്നെ നമുക്ക് വലിയ മൊമെൻ്റാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കഴിഞ്ഞ കാലങ്ങളിൽ 2024 ഏകദിന ലോകകപ്പ് ഇന്ത്യയെ വെല്ലാൻ തന്നെ ഒരു ടീം ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. ആകെ ഒരു സെറ്റ് ബാക്ക് നമുക്ക് എടുത്തു പറയാവുന്നത് ഇത്തവണത്തെ സൂപ്പർ 8-ലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഒരു തോൽവിയാണ്. പക്ഷേ ആ തോൽവി നന്നായി എന്ന് നമ്മൾ ഈ മൊമെന്റിൽ പറയും. കാരണം ഇന്ത്യൻ ടീമിനെ മാറി ചിന്തിക്കാൻ തോന്നിയത്, സഞ്ജുവിനെ തിരിച്ചു വിളിക്കാൻ തോന്നിയതൊക്കെ തന്നെ ആ മൊമെന്റിലാണ്. ദക്ഷിണാഫ്രിക്കയോടെ അനിൽ, സന്തോഷമുള്ള മറ്റൊരു വാർത്ത, ICC പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് പുരസ്കാരം സഞ്ജു സാംസണാണ്. 321 റൺസ്, 199 സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു സാംസൺ ഈ ടൂർണമെന്റിന്റെ കൂടി താരമാവുകയാണ്. അതായത് ഈ ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ ഈ ടൂർണമെന്റ് സഞ്ജുവിന്റെ പേരിൽ അങ്ങനെ കൂടി കുറിക്കപ്പെടുകയാണ്. ഈ ടൂർണമെന്റിന്റെ താരം, ഈ ലോകകപ്പിന്റെ താരം സഞ്ജു സാംസൺ ആണ്. വളരെ വളരെ അഭിമാനമുള്ള, സന്തോഷമുള്ളൊരു നിമിഷം ഇന്ത്യൻ ആരാധകർക്ക് അവിടെ. നേരത്തെ അനിൽ സംസാരിക്കുന്നു, പല ഭാഷയിലുള്ളവരുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവർ, പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവർ, അവർക്കൊക്കെ ഒറ്റപ്പേരേ ഉള്ളൂ, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെന്ന്. ഇന്ത്യയുടെ പതാകയേന്തി അവിടെ ഇങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.